ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ ഹരിവക്കീലാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്ദനോട് ചോദിക്കുന്നുണ്ട്. നന്ദനാന്നുണ്ടെങ്കിലും താൻ തന്നെയാണ് ഒറ്റയ്ക്ക് ഋഷിയെ കൊന്നതെന്നും തനിക്ക് പറ്റിയ ഒരു കയ്യബദ്ധം മാത്രമാണ്, ഒറ്റയ്ക്ക് തന്നെയാണ് ഋഷിയെ കൊന്നതെന്നും അവനെ കുഴിച്ചിട്ടെന്നും എല്ലാം പറയുമ്പോൾ തന്നെ ഹരിവക്കീലിന് നല്ല ഡൗട്ടാവാണ്. അതായത് ഒരാളുടെയും സഹായമില്ലാതെ നന്ദൻ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാനും ആ ബോഡി എങ്ങനെ കുഴിച്ചിടാനുള്ള ധൈര്യമൊക്കെ ഇവനുണ്ടോ എന്നെല്ലാം ഇങ്ങനെ ഡൗട്ടാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ നമുക്ക് നന്ദനെ രക്ഷിക്കണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ദേവികയും സിദ്ധാർത്ഥനും ഒന്നും തന്നെ മിണ്ടുന്നില്ല. അവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു അഭിപ്രായത്തിൽ തന്നെ നിൽക്കുകയാണ്. അതായത് തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം എന്നൊരു കാര്യം തന്നെയാണ് അവരാണെന്നുണ്ടെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ പ്രഭാവതി എന്നുണ്ടെങ്കിൽ തൻ്റെ മകന് പറ്റിയ ഒരു കയ്യബദ്ധം മാത്രമാണത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. നന്ദനാന്നുണ്ടെങ്കിലും ഇത് താൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്താണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസബെല്ലയെയും കെവിനെയും ഇതിൽ ഉൾപ്പെടുത്താതെ ഇരിക്കാനായിട്ടാണ് നന്ദൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇതേ സമയം ഇസബെല്ല എന്നുണ്ടെങ്കിൽ നന്ദനും ദേവികയും ഇനി എന്തായാലും ഒന്നിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഋഷിയെ ഞാൻ എന്തായാലും കൊല്ലും. എന്നിട്ടും അവരിങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്ദനെയും ഞാൻ ഇല്ലാതെയാക്കും. എനിക്ക് കിട്ടാത്തത് ആ ദേവിക്ക് കിട്ടണ്ട എന്നെല്ലാം ഇങ്ങനെ കെവിനോട് പറയുമ്പോൾ തന്നെ ഇസബെല്ലയുടെ ഈ ഒരു മാനസിക വിഭ്രാന്തി കണ്ടിട്ട് കെവിനാന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനാവാണ്. ഈ സമയം ദേവിക്ക് ഒരു ഫോൺ കോൾ വന്നിട്ട് അവളാന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറിപ്പോവാണ്. ഹരിവക്കീലാന്നുണ്ടെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട്, അതായത് ഇസബെല്ലയും കെവിനുമായിട്ടുള്ള നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഇത്തിരി കൂടുതൽ തന്നെയായിരുന്നു. അതിൽ നീ ഇസബെല്ലയായിട്ടുള്ള അടുപ്പം തന്നെ വളരെ കൂടുതലാണ്. നീ കാരണം ദേവിക എത്ര വേദനിച്ചു എന്ന് നിനക്കറിയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ തന്നെ നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തതെന്ന്. എല്ലാത്തിനും കൂടി ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള കാര്യമൊക്കെ നന്ദനാന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്. പിന്നീട് ഹരിവക്കീലാന്നുണ്ടെങ്കിലും കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാണ്. അതായത് ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞിട്ട് താനാണ് ഋഷിയെ കൊന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കീഴടങ്ങണം എന്നെല്ലാം പറയുമ്പോൾ തന്നെ നന്ദനാന്നുണ്ടെങ്കിൽ അതിനൊരുങ്ങാണ്. പക്ഷെ പ്രഭാവതി എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ടെൻഷനായിട്ട് നീയൊന്നും ഇങ്ങനെ ചെയ്യരുത് എന്നെല്ലാം പറയുമ്പോൾ തന്നെ സിദ്ധാർത്ഥനും ദേവികയും പറയുന്നുണ്ട്, അതായത് തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണമെന്ന്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഗിരിയും തന്നെ അറിയാണ്. ഗിരിയാന്നുണ്ടെങ്കിൽ രജനിയോട് പറയുന്നുണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും. പക്ഷെ രജനിയാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ദേവികയെ തന്നെ കുറ്റം പറയണത്. ഇവള് തന്നെയായിരിക്കും നന്ദനെ ജയിലിലാക്കാൻ പോവണത്. സ്വന്തം അമ്മനെ പറഞ്ഞപ്പോൾ അവന് സഹിച്ചില്ല. അവനും ഒരു ആൺകുട്ടിയല്ലേ, അതിൻ്റെ പേരിൽ പറ്റിയ ഒരു അബദ്ധമല്ലേ എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഗിരീഷ് പറയുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും ദേവികയെ എങ്ങനെയെങ്കിലും കുറ്റം പറയണം. അവളുടെ നല്ല വശമൊന്നും നീ കാണുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രജനിക്ക് നേരെ ഗിരീഷ് എന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ഇപ്പോഴും നിനക്ക് നിന്റെ അനിയൻ ചെയ്തത് ഒരു തെറ്റായിട്ട് തോന്നുന്നില്ലേ? ഒരാളെ കൊന്നിട്ടാണ് വന്നത്, അല്ലാതെ വെറുതെ തല്ലിയിട്ടല്ല. ഇതിനെല്ലാത്തിനും കാരണം നിന്റെ അനിയൻ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരെയും കൂടിയിട്ട് അവനെ രക്ഷിക്കാൻ നോക്കുന്നത് എന്നെല്ലാം പറയുമ്പോഴും രജനി എന്നുണ്ടെങ്കിൽ ദേവികയെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഏതായാലും ഇതേ സമയം സി പി എന്നുണ്ടെങ്കിൽ അരുന്ധതിയുടെ വീട്ടിലേക്ക് വരികയാണ്. ഋഷിയാന്നുണ്ടെങ്കിൽ സി പി അവിടെ ഉള്ള കാര്യം അറിയാതെ താഴേക്ക് വരുമ്പോൾ തന്നെ സി പി കണ്ണാടി കൂടെ ഋഷിയെ കാണുകയാണ്. മോനെ നീ എന്താ ഇവിടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ തന്നെ ഇയാളുടെ മുന്നിൽ താൻ പെട്ടു എന്നുള്ള കാര്യം ഋഷി മനസ്സിലാക്കുന്നുണ്ട്. അത് പിന്നെ ഏതായാലും ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയണ്ട എന്നൊക്കെ പറയുമ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട്, നിന്നെ പോലീസൊക്കെ തപ്പി നടക്കുകയല്ലേ, എന്നിട്ട് നീ ഇവിടെ ഒളിച്ചിരിക്കുകയാണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് അവിടേക്ക് അരുന്ധതി വരുന്നുണ്ട്. എന്നിട്ട് എല്ലാ കാര്യങ്ങളും സി പിയുടെ തുറന്നു പറയാണ്. ഏതായാലും ഋഷിയെ കണ്ടതിൻ്റെ അവർ നെട്ടലിൽ തന്നെയാണ് സി പി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിൻ്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.